കൊച്ചി കലൂർ സ്റ്റേഡിയം നവീകരണം വീണ്ടും പാളി. സ്റ്റേഡിയത്തിന് മുന്നിലെ ഗേറ്റ് തകർന്നു വീണു. സ്പോൺസർ നവീകരിച്ച മെട്രോയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേഡിയത്തിലേക്ക് കടക്കുന്ന 4 ഗേറ്റുകളിൽ ഒന്നാണ് അടർന്നു വീണത്. സെക്യൂരിറ്റിക്കാരനും വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഗേറ്റ് ഇങ്ങനെ തള്ളണ പോലെ ഞാൻ കണ്ടു. ഞാൻ അത് കണ്ടിട്ടാണ് വണ്ടി ഓടിച്ചു വരുന്നത്. ഇവർ തള്ളലും ജസ്റ്റ് അത് ഞാൻ കണ്ടിട്ടാണ് വന്നത്. ഇങ്ങനെ നീങ്ങലും ഗേറ്റ് വന്ന് വീട്ടിൽ പോകാം. വീണില്ല എന്നിങ്ങനെ അപ്പൊ തന്നെ ചവിട്ടി നിർത്തും. സൗണ്ട് കേട്ട് ചവിട്ടി നിർത്തും. എൻ്റെ പുറകിൽ ഞാൻ പാസ് ചെയ്ത് പോകലും ഗേറ്റ് വീട്ടിൽ പോവാ. പണിയുടെ മിസ്റ്റേക്കാ അല്ലെങ്കിൽ ഇതിന് പണിത് വരെ ഒന്നുമല്ല. പക്ഷെ അത് പണിയുമ്പോഴത്തേക്കും ഇത്തിരി ആത്മാർത്ഥമായിട്ട് പണിയാണ്. ഇത്രയും വെയിറ്റുള്ള സാധനം, ലോഡുള്ള സാധനമാണ്. അപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ പണിയണമായിരുന്നു. അത്രേ പറയാനുള്ളൂ. ലാൽ കൃഷ്ണ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ലാൽ, ഇതിപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പോഴും അടിമുടി പ്രശ്നങ്ങളാണല്ലോ. അമൃത, നമ്മുടെ കൊച്ചിയുടെ അഭിമാനമായ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരിച്ച് 4 വഴിക്ക് ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഈ ഭാഗത്തു നിന്നൊരു ഗേറ്റാണ്, ഇതുപോലത്തെ ഒരു പടുകൂറ്റൻ ഗേറ്റ്. ആ ഗേറ്റാണ് ഇവിടെ വളർന്ന് നിൽക്കുന്നത്. താഴെ ഒരു ബെയറിംഗ് ഉണ്ട്, മുകളിലൊരു ബെയറിംഗ് ഉണ്ട്. വേറെ ആരുമായിട്ടും ബന്ധമൊന്നുമില്ല ഗേറ്റിനകത്ത്. ഗേറ്റ് അങ്ങനെ 2 സെക്യൂരിറ്റി തൊട്ടാറണങ്ങുന്ന രീതിയിലുള്ള ഗേറ്റ് ഒന്നുമില്ല. സാധാരണ രീതിയിൽ ഇവിടെ ഗേറ്റ് അടയ്ക്കാറൊന്നുമില്ല. പക്ഷേ ഇന്ന് സെക്യൂരിറ്റികൾ എന്തോ തള്ളി തുടങ്ങി. നേരത്തെ സ്പോൺസർ കുറേ തള്ളിയതാണ്. അതിൻ്റെ ബാക്കിയായിട്ട് എന്തായാലും സെക്യൂരിറ്റികളൊന്ന് ഗേറ്റിലിട്ട് തള്ളി. ആ ഗേറ്റ് അങ്ങനെ തന്നെ പുറത്തൊക്കെ പറഞ്ഞ് വീണു. അപ്പോൾ എന്തായാലും സ്പോൺസർ തള്ളിയതെല്ലാം തള്ളായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. GCDയോട് ഈ ഗേറ്റ് മറിഞ്ഞു വീണതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല, അങ്ങനെ സംഭവം ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു അപകടം ഇവിടെ നിന്ന് ഒഴിവായിട്ടുണ്ടെന്ന് പറയാം. അത് തൽക്കാലം ചന്ദ്രൻ ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിച്ചു വന്നപ്പം ചന്ദ്രൻ ചേട്ടൻ ഓട്ടോക്കാരുമാണ് അപകടത്തിൽ നിന്ന് ഒഴിവായത്. പക്ഷേ നാളെ കളി നടക്കേണ്ട ഒരു സ്റ്റേഡിയമാണിത്. കളി നടക്കുന്ന സമയത്ത് ഇതിലൂടെ ആളുകൾ പോകുന്ന സമയത്താണ് ഈ ഒരു ഗേറ്റ് മറിഞ്ഞു വീണെങ്കിൽ ഈ അപകടത്തിന്റെ തോതോ ഈ വാർത്തയുടെ സ്വഭാവമോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇത് അതിലും വലിയൊരു വാർത്തയാവും, വലിയൊരു അപകടമാകും എന്നുള്ളതാണ്. സ്റ്റേഡിയം നവീകരിച്ചതിന്റെ ഗുണം ഏറ്റവും ആദ്യത്തെ ISL കണ്ടപ്പോൾ അതിന്റെ തലേ ദിവസം നമ്മൾ ആ മഴയത്ത് കണ്ടാണ്. കാരണം സ്റ്റേഡിയത്തിന്റെ അകം മുഴുവൻ ചോർന്ന് ഒലിച്ച് അകത്തെ കസേരയിലേക്ക് മുഴുവൻ വെള്ളം വീഴുന്നു. കസേര പെയിന്റ് അടിച്ചല്ലാണ്ട് വേറെ നവീകരണമൊന്നും അതിൻ്റെ അകത്ത് കണ്ടില്ല. വലിയ ഉറപ്പൊന്നുമില്ല, വലിയ ധൈര്യമില്ല അതിൻ്റെ അകത്ത് പിടിക്കാൻ. കാരണം ഇനി അത് പിടിക്കുമ്പോൾ അത് മറിഞ്ഞ് വീഴുമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് മാറിയേക്കാം. എന്തായാലും വലിയൊരു അപകടം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത തൽക്കാലം ഒന്ന് പോയിട്ടുണ്ട്. ഈ ഗേറ്റ് ഇവിടെ നിർത്ത് മാറ്റാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഭാരം തന്നെയാണ്. സാധാരണഗതിയിൽ വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം, അതിൻ്റെ പരിസരവും. ആ ഒരു സ്ഥലത്താണ് 5:20 5:20 കറക്റ്റ് സമയം പറയുന്നത്. ആ സമയത്താണ് ആ ഓട്ടോക്കാരൻ ഇതിൽ പാസ് ചെയ്ത് പോയതും അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തേക്ക്, ഓട്ടോയിൽ മുട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പിൻഭാഗത്തേക്ക് ഈ ഗേറ്റ് മറിഞ്ഞു വീണതും. അതുകൊണ്ട് തന്നെയാണ് സമയം കൃത്യമായി പറയുന്നത്. അത്തരമൊരു അപകടം തലനാരിഴയ്ക്ക് അദ്ദേഹത്തിന് രക്ഷപ്പെട്ട് കിട്ടിയത്. എന്താണെങ്കിലും ഇപ്പോഴും സുരക്ഷിതമല്ല, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സ്റ്റേഡിയം നവീകരിച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും അല്ലെങ്കിൽ ക്രമക്കേടുകളും എല്ലാം പുറത്തു വന്നതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി തന്നെ ഈ സ്റ്റേഡിയത്തിന് മുമ്പിലുണ്ടായിരുന്ന ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതാണ്. ഇതുവരെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് അടച്ചാരും കണ്ടിട്ടില്ല. എന്തായാലും അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അടർന്നു വീണു എന്നുള്ളതാണ്. വിശ്വസിക്കാൻ കഴിയാത്തതാണെങ്കിലും നമ്മളെല്ലാം ഇത്തരം ചില നുണകളൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ആ ഗേറ്റ് അങ്ങ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അങ്ങ് വീണുപോയി. പാവം. ആ വീണുപോയ ഗേറ്റിന്റെ ചുവട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയൊരു അപകടം ഒഴിവായെങ്കിൽ പോലും ഇപ്പോഴും 3 ഗേറ്റ് ഇനിയും ബാക്കിയുണ്ട്. മുകളിലൊരു റൂഫൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിനകത്ത അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അതെ, അത് തന്നെയാണ് ഈ കഴിഞ്ഞ മത്സരത്തിന് മുമ്പുള്ള അവിടുത്തെ സാഹചര്യം, ആ മഴയത്തുള്ള സാഹചര്യം നമ്മൾ കണ്ടു. ലാൽ, ഇപ്പോഴിതാ ഈ ഗേറ്റ് ഇങ്ങനെ വീണിരിക്കുന്നു. വന്നിട്ടുണ്ടോ ഇതിനോടകം ലാൽ? ഗേറ്റ് വീണു എന്ന കാര്യം നമ്മൾ അറിഞ്ഞ് ആദ്യം വിളിച്ചത് GCDയാണ്. കാരണം സ്റ്റേഡിയം അവരുടെ അതോറിറ്റിയിലുള്ളതാണ്. സ്റ്റേഡിയത്തിന്റെ പരിസര പ്രദേശങ്ങളും അവരുടെ തന്നെയാണ്. അപ്പം GCDക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് GCDനെ വിളിച്ചത്. അപ്പോൾ അവർ ഈ ഗേറ്റ് വീണ വിഷയം പോലും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഇത്ര സംഭവങ്ങളൊന്നായിട്ടൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് GCDയുടെ അധികൃതർ നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു അവരോട് ഒരു ഗേറ്റ് വീണതായിട്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചിട്ടുമില്ല. എന്താണെങ്കിലും അത് അവരുടെ ഉത്തരവാദിത്തം, അവരുടെ കാര്യം. പക്ഷേ ഒരുപാട് പേരുടെ ജീവന്, സ്വത്തിന്, അവരുടെ ആരോഗ്യത്തിന് ഒക്കെ ഒരു വിലയും കൊടുക്കാതെ അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് നാട്ടുകാർ തന്നെ ആദ്യം പറഞ്ഞത്. ഈ ചന്ദ്രൻ ചേട്ടൻ തന്നെ പറഞ്ഞ പോലെ ഒരു മര്യാദയ്ക്ക് വേണം ഈ പണിയുന്ന കാര്യത്തിൻ്റെ അകത്ത്. അല്ലാതെ തട്ടിക്കൂട്ട് സാധനം പണിഞ്ഞ് ആളുകളെ കൊല്ലാൻ നോക്കുന്നതല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊന്നുമില്ല എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു അപകടം ഇവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. അമർവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.